മഞ്ജു വാര്യരും ദിലീപും കൂടി ഒരുമിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മഞ്ജു വാര്യറും അതുപോലെ ദിലീപും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ശത്രുതയിലാണെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പൊന്നു മക്കളെ, ഈ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ നല്ല രീതിയിൽ സ്നേഹിച്ചത് തന്നെയാണ് മഞ്ജു വാര്യർ. അതുപോലെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ നല്ല രീതിയിൽ സ്നേഹിച്ചത് തന്നെയാണ് ദിലീപ്. പക്ഷെ ദിലീപിന്റെ ആക്രാന്തമാണോ, അയാളുടെ ഓവറായിട്ടുള്ള സ്നേഹമാണോ എന്നറിയില്ല. 10-14 വർഷമാണ് ഈ മഞ്ജു വാര്യരെ പൂട്ടിയിട്ടതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് സിനിമയിൽ അഭിനയിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്തായെന്ന് നോക്കാതെ, ഒരിതിലും കൊണ്ടുവരാതെ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിക്കളഞ്ഞു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞാൽ 14 വർഷം കഴിഞ്ഞതിന് ശേഷം മഞ്ജു വാര്യർക്ക് തോന്നി ഇവിടെ നിന്നും രക്ഷപ്പെടണം. കാരണം എന്താ, തൻ്റെ അച്ഛനും അമ്മയും തന്നെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അവർക്ക് ഒരു നേരത്തെ മരുന്നിന് പോലും കാശ് കൊടുക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. ഭർത്താവിന് കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം ഇഷ്ടത്തിന് പൈസ എടുത്ത് ചെലവാക്കണമെങ്കിൽ അവനവൻ്റെ കയ്യിലും വേണ്ടേ. ഏതായാലും അതോടു കൂടിയിട്ടാണ് ദിലീപിനെ ഉപേക്ഷിച്ച് വരാൻ വേണ്ടി മഞ്ജു വാര്യർ തീരുമാനിക്കുന്നത്. അത് ദിലീപിന് വലിയൊരു അടി തന്നെയായിരുന്നു. പിന്നീട് ദിലീപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സംവിധായകരെയും വിളിച്ചിട്ട് അവിടെ അഭിനയിക്കരുത്, ഇവരുടെ കൂടെ അഭിനയിക്കരുത്, ഇവരെ വെച്ച് സിനിമ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ദിലീപ് ഉണ്ടാക്കി എന്ന് മറ്റുള്ളവർ പറയുന്നേ, ദിലീപ് പറയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ തന്നെയാണടോ, അല്ലാതെ വേറെ ആരുമല്ല. മഞ്ജു വാര്യർ തന്നെയാണ് ദിലീപിന്റെ ഭാഗ്യം. പക്ഷെ അയാൾക്ക് എവിടെയാണ് പിഴച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാവ്യ മാധവനെ പോലെയുള്ള സഹോദരിക്ക് തുല്യമായി കണ്ട ഒരു വ്യക്തിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ദിലീപിനുണ്ടായിരുന്നോ? ദിലീപൻ അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഫാദറായിട്ട് നിൽക്കാൻ മേലെ. പക്ഷെ ദിലീപ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ മാധവനെ സ്നേഹിച്ചു, കാവ്യ മാധവനെയും കൂടി സ്വന്തമാക്കാൻ നോക്കി. അവിടെയാണ് ദിലീപിന് പാളിച്ച വന്നത്. അവിടെയാണ് ദിലീപിന്റെ ആ ഒരു സാമ്രാജ്യം തകർന്നു വീണതെന്ന് ഞാൻ പറയുള്ളൂ. മഞ്ജു വാര്യരുടെ കൂടെ ആണെങ്കിൽ ഇന്ന് ദിലീപ് ആരായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അതുപോലെ തന്നെ മഞ്ജു വാര്യർക്ക് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒരു മനോഹരമായ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. പക്ഷെ അതല്ല ചെയ്തത്. ദിലീപിനോട് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചാനലിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ദിലീപിനെ പറ്റി മാത്രം മോശം പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്കൊക്കെ നല്ല രീതിയിൽ ശത്രുതയുണ്ട്. അവരും അതുപോലെ തന്നെ കുറച്ച് മാധ്യമ പ്രവർത്തകരും, പിന്നെന്ന് പറഞ്ഞ് കുറച്ച് സിനിമാക്കാരും, കുറച്ച് പരസ്യക്കാരും, അങ്ങനെ ദിലീപിനോട് വിരോധമുള്ള ഒരു കൂട്ടം തെമ്മാടികൾ കളിച്ച ആ ഒരു കളിയിൽ മഞ്ജു വാര്യർ വീണു എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 വർഷത്തിന് ശേഷം ആ വീട് വിട്ടിറങ്ങണം എന്നുള്ളത് മഞ്ജു വാര്യരുടെ തീരുമാനമായിരിക്കില്ല. ആ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കഴുകൻ കണ്ണുകൾ ഉണ്ടാകും. അതായത് ദിലീപിനോട് ദേഷ്യമുള്ള ഒരു കൂട്ടം സിനിമാ സംഘടനക്കുള്ളിലുള്ള ആൾക്കാർ, ദിലീപിന്റെ കുടുംബം എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആലോചിച്ച് നടക്കുന്നവര്, അതുപോലെ തന്നെ ഈ സ്ത്രീയെ കൊണ്ടുവന്ന്, അതായത് മഞ്ജു വാര്യരെ കൊണ്ടുവന്ന് പല മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത ആൾക്കാർ. ഏതായാലും മഞ്ജു വാര്യർ ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് വലിയ നഷ്ടമൊന്നും സംഭവിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മകളുമായിട്ടുള്ള ഒരു ജീവിതം നഷ്ടപ്പെട്ടു. അല്ലാതെ സാമ്പത്തികപരമായിട്ടൊക്കെ മഞ്ജു വാര്യർ നല്ല ലെവലിലെത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, സ്വന്തം കുടുംബത്തെ, അച്ഛനെയും അമ്മയെയും നല്ല രീതിയിൽ ചികിത്സിക്കാൻ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ക്യാൻസറാണ്. അമ്മയുടെ ചികിത്സ പൂർണ്ണമായിട്ടും അമ്മയുടെ ക്യാൻസർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും ഇതൊക്കെ ആണെങ്കിലും ഇവർ 2 പേരും പരസ്പരം എവിടെയും കുറ്റം പറയും നമ്മൾ കേട്ടിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദിലീപോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരോ പരസ്പരം എവിടെയെങ്കിലും കുറ്റം പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാ? അപ്പൊ ഇവര് തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് തമ്മിലുള്ളൊരു ബഹുമാനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്ന് കൈ കൊടുത്തപ്പോൾ പല ആൾക്കാർക്കും പൊള്ളാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേട്ടാവളിയൻ സംവിധായകനുണ്ടല്ലോ, അവനാണ് പറയുന്നത്, അയ്യോ മഞ്ജു വാര്യർ തടങ്കിലാണ്, അവന്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഉപേക്ഷിച്ചിട്ടാണ് അവൻ മഞ്ജു വാര്യരുടെ പുറകെ നടക്കുന്നത്. എന്നിട്ട് ആ വേട്ടാവളിയൻ ഒരു ഒളുപ്പമില്ലാതെ പറയുകയാണ് മഞ്ജു വാര്യർ തടങ്കില്ലാണെന്ന്. ആദ്യം ഇവനെയാണ് തടങ്കില്ലാക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അമ്മാതിരി തോന്നിയവാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംവിധായകനാണ് ഇവൻ. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ണനില്ലേ എന്ന്, ആറാട്ടണ്ണൻ, ആ ഒരു ലെവലിലുള്ളവനാണ്. അല്ലാതെ ഇവനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, അയ്യോ സംവിധായകനാണ് ഞാൻ, അയ്യോ എനിക്ക് കെട്ടണേ, എന്തോ മുടയാവനുള്ളത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ദിലീപിനോട് ദേഷ്യമുള്ള പലരും
അതായത് ദിലീപിന്റെ വളർച്ചയിൽ അസൂയുള്ള പലരും അയാളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു പരിപാടി തന്നെയാണ് ഇത് എന്ന് മഞ്ജു വാര്യർക്ക് വളരെ നേരത്തെ തന്നെ മനസ്സിലായിനി. മഞ്ജു വാര്യർ അതുകൊണ്ടല്ലേ WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ച ആവേശം പിന്നീട് മഞ്ജു വാര്യർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെയും ലക്ഷ്യം എന്താണെന്ന് മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. എല്ലാവരുടെയും ലക്ഷ്യം ദിലീപാണെന്ന് അറിഞ്ഞപ്പോഴേ മഞ്ജു വാര്യർക്ക് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായി. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ വെറുതെ വിട്ടു. എന്നിട്ടും ചില ആൾക്കാരൊന്നും ദിലീപിനെ വിടാൻ തയ്യാറല്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ദിലീപിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ്, അയാളുടെ സ്വാധീനം എന്താണ്, ആ മനുഷ്യൻ എങ്ങനെയുള്ളവനാണെന്ന് ഇവിടെയുള്ള പല സിനിമാക്കാരോടും ചോദിച്ചാൽ മതി. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ കുറച്ച് തലതൊട്ടപ്പന്മാരുണ്ടല്ലോ, ഈ സിനിമയുടെ വലിയച്ഛന്മാരാണ് അല്ലെങ്കിൽ പെരുന്തച്ഛന്മാരാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ മുട തീർത്ത് കൊടുത്തത് ഈ ദിലീപാണെന്നേ ഞാൻ പറയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നിങ്ങൾക്കറിയോ ഒടുവിൽ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ജഗതി ശ്രീകുമാർ, പിന്നെ മാള അരവിന്ദൻ, ഇങ്ങനെയുള്ള ഒരുപാട് പേര് പറയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് ചെക്കുകൾ എൻ്റെ വീട്ടിലുണ്ട് എന്ന്. അതായത് സിനിമ തീരുമ്പോൾ ഒരു ചെക്ക് എഴുതി കൊടുക്കും, ആ ചെക്ക് പിന്നെ പാസ്സാകത്തില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ വേണ്ടേ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇവരാരും മിണ്ടാറില്ല, പൈസ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതും. പക്ഷെ ദിലീപ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ദിലീപ് ഇതിനൊരു അറുതി ഉണ്ടാക്കി. എന്താ അറിയാ, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും പൈസ കൊടുത്ത് തീർക്കണം. അമ്മാതിരി ചെക്ക് കൊടുത്തിട്ടുള്ള ഉടായ്പൊന്നും ഇവിടെ വേണ്ട, എല്ലാവരുടെയും പൈസ കൊടുത്തിട്ട് മാത്രം സിനിമ റിലീസ് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം വരെ എന്ന് പറഞ്ഞാൽ ദിലീപ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിൻ്റെ നന്മയിൽ ഇവിടെ പലതും പിന്നെ പടുത്തുയർത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ കാഞ്ചനമാലയുടെ സിനിമയിലെ, അതായത് ഇന്ന് നിന്റെ മൊയ്തീൻ, അതിൻ്റെ അത് അഭിനയിച്ചത് പൃഥ്വിരാജാണ്. പക്ഷേ കാഞ്ചനമാലയുടെ മൊയ്തീന് വേണ്ടിയിട്ട് സ്മാരകത്തിന് പൈസ കൊടുത്തിരിക്കാൻ ആരറിയാം, ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അതായത് അദ്ദേഹത്തിനും മൊയ്തീനെയും കാഞ്ചനമാലിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചനമാല ആവശ്യപ്പെട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപ് ഒരു തുക കൊണ്ടു കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എത്രയെത്ര നന്മകളാണ് ഈ മനുഷ്യൻ ചെയ്തത്. അപ്പോൾ മഞ്ജു വാര്യർക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ദിലീപ് ഒന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ വലിയൊരു കോക്കസ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ മകളുടെ അച്ഛനാണ്. അതുമാത്രവുമല്ല, ഇനി മകളുടെ കാര്യം വരുമ്പോൾ തങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അതായത് ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതുപോലെ വെറുപ്പും ദേഷ്യവുമായിട്ട് നിൽക്കേണ്ടതല്ല തങ്ങളുടെ ജീവിതമെന്ന് മഞ്ജു വാര്യറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപും തിരിച്ചറിഞ്ഞടോ. ഇനി അങ്ങോട്ട് രക്ഷയില്ല. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കരച്ചിലോട് കരച്ചിലായിരിക്കും. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ അറ്റാക്കായിട്ട് വീണ സംവിധായകരുണ്ട്, അറ്റാക്കായിട്ട് വീണ നിർമ്മാതാക്കളുണ്ട്. അതായത് ഇവരെങ്ങാനും ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ദിലീപ് വളരും, ദിലീപ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് പിടിച്ചാ പിടി കിട്ടൂല എന്ന് പറഞ്ഞ് കരയുന്ന ഇവിടുത്തെ നിർമ്മാതാക്കളെയും സംവിധായകരെയും പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെയും കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ദിലീപിനെയും മഞ്ജു വാര്യരെയും ഒന്നിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പക്ഷേ അവിടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു മക്കളെ, സംഭവിച്ചു കഴിഞ്ഞു. ദിലീപും മഞ്ജു വാര്യറും ഇനി ഒരേ ദിശയിൽ സഞ്ചരിക്കും. അവരുടെ മകൾക്ക് വേണ്ടി ജീവിക്കും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് തന്നെയാവണം. പിന്നെ വേറൊരു കാര്യം, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനൊന്നും മാറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യനെ ഇതുപോലെ ക്രൂശിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. നന്ദി, നമസ്കാരം.